വിശേഷിപ്പുകളുണ്ട്, താടിരോമുണ്ട്, വാളുകളുണ്ട്, എല്ലാം ഇവിടെയാണുള്ളത്. എത്ര വർഷം പഴക്കം? ഏകദേശം 1000 വർഷത്തോളം ഇപ്പൊ പഴക്കമുണ്ട്. ചരിത്രം ഒരു തമാശയല്ല, ഒരു കഥയുമല്ല. ഒരുപാട് തിരുശേഷിപ്പുകൾ സൂക്ഷിച്ച ഒരു മ്യൂസിയമാണിത്. ശരിക്കും ഇതൊക്കെ ശരിക്കും നമ്മുടെ ജീവിതത്തിൽ കാണേണ്ടതാണ്. ശംസുഖ, നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് കഅബയുടെ പില്ലറാണ്. പഴയ പില്ലറിന്റെ ആ ഭാഗങ്ങളാണ്. ബൈത്തു ഷെരീഫിന്റെ മെയിൻ പോസ്റ്റ് ഫ്രം ദ സീലിംഗ് ഓഫ് ദ കഅബ. രണ്ടാമത് കഅബയുടെ ഉള്ളിലുള്ള കല്ലാണ്. പിന്നെ കഅബയുടെ തുണി കിസ്വയാണ്. കഅബയുടെ വാതിലിന്റെ ഉള്ളിൽ ഉപയോഗിക്കുന്ന സ്റ്റോൺ ഫ്രാഗ്മെന്റും അതുപോലെ തന്നെ ഓർണമെന്റുകളാണ് ബാക്കി കാണുന്നത്. പിന്നെ ഉള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് തൗബയുടെ വാതിൽ. ഇതാണ് തൗബയുടെ വാതിൽ. 1292 മുതൽ ഉള്ള കാലഘട്ടങ്ങൾ മുതലുള്ള ഡീറ്റെയിലുകളാണ് ഇവിടെ കാണാൻ. ഏതൊക്കെ കാലഘട്ടങ്ങളിൽ നിന്നാണ് ഇതൊക്കെ ഇവിടെ ശേഖരിച്ചിട്ട് വെച്ചിട്ടുള്ളത്, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള രേഖയാണിത്. എവിടുന്ന് വന്നു എന്നുള്ളതിന്റെ തെളിവുകളാണ് ഈ കാണിക്കുന്നത്. നൂറ്റാണ്ട് കാലഘട്ടങ്ങളിൽ അജറുൽ അസ്വദിനെ തുറക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന ബ്രഷാണ്. വെള്ളി കൊണ്ടുണ്ടാക്കിയ ബ്രഷും അതിന്റെ കപ്പുമാണ് ഈ കാണുന്നത്. ഓട്ടോമാൻ സമ്പ്രദായത്തിൽ ഇതാണ് നമ്മുടെ സ്വർണ്ണപ്പാത്തി. ഈ 2 സ്വർണ്ണപ്പാത്തികൾ സൈഡ് കാണാൻ കഅബയുടെ സ്വർണ്ണപ്പാത്തി ഉസ്മാനികളുടെ കാലഘട്ടങ്ങളിൽ ഉണ്ടാക്കിയിട്ടുള്ള ആ കാലഘട്ടങ്ങളിൽ നിന്നുള്ളതാണ്. കഅബയുടെ കീ ആണിത്. 2ഉം കീ ആണ്. അല്ലാഹുവിന്റെ തൗഫീഖ് കൊണ്ട് മൂസാ നബിന്റെ വടിയാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. മഹാനായ മൂസാ നബി അലൈഹി സ്വലാമിന്റെ AD BC 13-ാം നൂറ്റാണ്ടിലാണ് ഇത് കണ്ടെത്തുന്നത്. BC 13-ാം നൂറ്റാണ്ടിൽ. ഇത് മറ്റു റോമൻസിന്റെ ഇത് കിട്ടിയതാണ്. ഇത് അറിയപ്പെടുന്ന ഒന്നാണ്. ലോകത്തിലെ തന്നെ 2ാമത്തെ ഏറ്റവും വലിയ മ്യൂസിയമാണ്. മഹാനായ യഹ്യാ നബി അലൈഹി ഇസ്ലാമിന്റെ കൈയിന്റെ എല്ലിന്റെ ഭാഗമാണിത്. അത് സ്വർണം പിന്നീട് അവർ അതിനെ സൂക്ഷിച്ചു വെച്ചതാണ്. സ്വർണത്തിലൊക്കെ അലങ്കരിച്ചിട്ട് വെച്ചതാണ്. എല്ലാണ്. ഇത് തലയോട്ടിയാണ് ഈ കാണുന്നത്. ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വിവരണങ്ങൾ ഇവിടെ കാണാം. റിക്ലിക് ഫ്രാഗ്മെന്റ് ഓഫ് ജോൺ ദ പാപ്പിസ്റ്റ് ആൻഡ് ആം ആൻഡ് സ്കൽ ബോൺ 1st century BC. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാൽപാദത്തിന്റെ ഫുട് പ്രിന്റ് ആണിത്. ആ പ്രിന്റിന്റെ രൂപമാണ് ഇവിടെ കല്ലുകൊണ്ട് അന്നത്തെ ആളുകൾ കൊത്തിവെച്ചിട്ടുള്ളത്. അതിന്റെ രീതി ഇബ്രാഹിം നബിന്റെ പാത്രമാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ പാത്രം ആണ് ഉപയോഗിച്ചിരുന്ന പാത്രമാണ് ആ കാണുന്നത്. പണ്ടത്തെ കല്ലുകൊണ്ട് ഉണ്ടാക്കിയിട്ട് ചെത്തിയ പാത്രങ്ങളാണ്. അതും ആ പാത്രമാണ്. പിന്നീട് അതിനെ അലങ്കരിച്ചതാണ്. ദാവൂദ് നബി അലൈഹി സ്വലാമിന്റെ വാളാണ് ഈ കാണുന്നത്. അതിൽ പ്രത്യേകിച്ച് പറയാനുള്ള ആ വാളിൽ ഓരോന്നിലും കൊത്തിവെച്ചിട്ടുള്ളത് കാണാം. പ്രവാചകൻ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേര്, ഹസ്രത്ത് ദാവൂദ് അലൈഹിസ്സലാം, ഹസ്രത്ത് സുലൈമാൻ അലൈഹിസ്സലാം, ഹസ്രത്ത് മൂസ അലൈഹിസ്സലാം, ഹസ്രത്ത് യൂഷ അലൈഹിസ്സലാം, ഹസ്രത്ത് സക്കരിയ അലൈഹിസ്സലാം, ഹസ്രത്ത് യഹിയ അലൈഹിസ്സലാം, ഹസ്രത്ത് ഈസ അലൈഹിസ്സലാം, അവസാന പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരടക്കം ഇതിൽ കൊത്തിവെച്ചിട്ടുണ്ട്. ഇതാണ് പഴയ മുസാഫ്. ഈ മുസാഫിനെയാണ് പറയുന്നത് കൂഫി മുസാഫ് എന്നാണ് പറയുന്നത്. അറബിയാണ്. ആദ്യ കാലഘട്ടങ്ങളിലെ മുസാഫ് അജറുൽ അസ്വദിന്റെ പഴയ അതിനലങ്കരിച്ചിരുന്ന സ്വർണത്തിന്റെ തളികയാണ് കാണുന്നത്. ഫുൾ ടൈം മൂത്തുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഇർക്കസാദത്ത് പരിശുദ്ധമാക്കപ്പെട്ട തിരുശേഷിപ്പുകളാണ് ഇവിടെ ഉള്ളത്. കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹുവിന് ഹദിയ ചെയ്തിട്ടുള്ളതാണിത്. അത് ആ പെട്ടികളാണ് ഈ കാണുന്നത്. അത് പിന്നീട് കൈമാറി രാജാക്കന്മാരിലേക്ക് എത്തുകയും അവർ സ്വർണത്തിലും മറ്റേലൊക്കെ അലങ്കരിച്ചുള്ള പെട്ടികളാക്കി മാറ്റുകയും ചെയ്തു. അല്ലാഹു തങ്ങൾ കുടിച്ചിരുന്ന ചർച്ചയുടെ പാത്രം തങ്ങളുടെ കാലിന്റെ പ്രിന്റാണ്. സുൽത്താൻ അബ്ദുൽ ഹമീദിന്റെ കാലഘട്ടത്തിലാണ് ഇത് ഉണ്ടാക്കപ്പെടുന്നത്. വാലിയായിരുന്ന മുൻസിർ ബിൻ സാവക്ക് അയച്ചിട്ടുള്ള കത്താണിത്. റസൂലുള്ളാഹിന്റെ ഏത് ഈജിപ്തിലെ രാജാവായിരുന്ന മുഖൈസ് രാജാവിലേക്ക് എഴുതിയ കത്താണ്. ആ കത്തിന്റെ രൂപമാണിത്. തങ്ങളുടെ സീലാണ്, സീൽ ഓഫ് ദ പ്രൊഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹാനായ റസൂലുള്ളാഹി തങ്ങളുടെ അമ്പാണ് മുകളിൽ കാണുന്നത്. പിന്നീട് കാണുന്നത് വാളുകളാണ്. ഈ വാളുകളൊക്കെ പിന്നീട് അലങ്കരിച്ചിട്ടുണ്ട്. കൈക്കൊക്കെ മുത്തുകളും പവ്യങ്ങളൊക്കെ വെച്ച്. ഈ കാണുന്നത് റസൂലുള്ളാഹിന്റെ ചെരുപ്പാണ്.
ആ മിഡിലിൽ കാണുന്നത് റസൂലുള്ളാഹിന്റെ പല്ല് സൂക്ഷിച്ചതാണ്. ഊഹുദ് യുദ്ധത്തിൽ റസൂലുള്ളാഹിന്റെ പല്ല് തകർക്കപ്പെട്ടു. ആ പല്ല് അതിലാണ് സൂക്ഷിച്ചത്. റസൂലുള്ളാഹിന്റെ ചെരുപ്പുകളിൽ ഒന്നാണ് ഈ കാണുന്നത്. ചെരുപ്പുകളാണ് ഈ 4, 2, 3, 4 കൂഫിയത്ത് എന്ന് പറയുന്ന ശൈലി ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കാലഘട്ടത്തിൽ എഴുതപ്പെട്ട കൂഫിയത്തിന്റെ രൂപം. 4 ഖലീഫമാരുടെ വാളാണ് ഈ കാണുന്നത്. മഹദിയായ ഫാത്തിമ ബീവിയുടെ കോട്ടാണ് ഈ കാണുന്നത്. ഇവിടെ കുശൽ എന്ന് പറയപ്പെടുന്ന കഅബയുടെ 4 ഭാഗങ്ങളിലും വെച്ചിരുന്ന കിസ്രയുടെ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഒരുപാട് ചരിത്രങ്ങളുള്ള ഒരു മ്യൂസിയമാണ് ഈ കാണുന്നത്. അതിൽ ഓരോന്നും നമുക്ക് ഒരുപാട് ആ ഒരു അനുഭവങ്ങൾ, അതിലപ്പുറം ഒരുപാട് അറിവുകളാണ് നൽകുന്നത്.